പള്ളുരുത്തി സെയിന്റ് അഗസ്റ്റിൻ കോൺവെന്റ് റോഡിലെ പൊളിഞ്ഞുകിടന്ന കൽവേർട്ടുകൾക്ക് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മഴവിൽ റെസിഡൻസ് അസോസിയേഷൻ ഉപവാസ സമരം നടത്തി. മെട്രോ 7 ന്യൂസിന്റെ ഇടപെടൽ മൂലം തകർന്നു കിടന്ന കൽവേർട്ടുകൾ താൽക്കാലികമായി ശരിയാക്കിയിരുന്നു. പ്രശ്നപരിഹാരത്തിനായി നടത്തിയ സമരം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സ് നാഷണൽ വൈസ് പ്രസിഡന്റ് ദാമോദരൻ ഏറനാട് ഉദ്ഘാടനം ചെയ്തു. അഞ്ചു മാസമായി തകർന്നു കിടക്കുന്ന കൽവേർട്ടുകളിലെ സ്ലാബുകളെക്കുറിച്ച് മെട്രോ 7 ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി സ്ലാബുകളിട്ട് റോഡ് സഞ്ചാരയോഗ്യമാക്കി. പുതിയ കൽവേർട്ടുകൾ പണിയുന്നതിനായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും 1 മാസത്തിനകം പണി പൂർത്തിയാകുമെന്നും കൗൺസിലർ PR രചന അറിയിച്ചിരുന്നു. എന്നാൽ താൽക്കാലികമായ ഒരു പരിഹാരമല്ല, മറിച്ച് സഞ്ചാരയോഗ്യമായ പുത്തൻ പാതയാണ് തങ്ങൾക്ക് വേണ്ടതെന്നും സ്ട്രീറ്റ് ലൈറ്റുകൾ കത്താതായിട്ട് മാസങ്ങളായെന്നും ഈ പ്രശ്നങ്ങളിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മഴവിൽ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തിയത്. തകർന്നു കിടക്കുന്ന കൽവേർട്ടിന് മുന്നിൽ അസോസിയേഷൻ പ്രസിഡന്റ് BJ ഫ്രാൻസിസ് നിരാഹാര സമരം അനുഷ്ഠിച്ചു. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സ് നാഷണൽ പ്രസിഡന്റ് ദാമോദരൻ ഏറനാട് സമരം ഉദ്ഘാടനം ചെയ്തു. സ്ലാബ് കൊണ്ടുപോയിട്ട് തൽക്കാലം വാഹനങ്ങൾ നടന്നു പോകാനുള്ള ഒരു സൗകര്യം മാത്രമേ ഉള്ളൂ. ഹെവി വാഹനങ്ങൾ കയറിയാൽ ഈ സ്ലാബ് വീണ്ടും ഇടിഞ്ഞു പോകും. ശക്തമായിട്ടുള്ള രീതിയിൽ ഒരു കൽവെട്ട് പണിതുകൊണ്ട് ഈ സ്ലാബ് വാർത്തിടുകയാണെങ്കിൽ സഞ്ചാരയോഗ്യമാവും. PK വർഗീസ് അധ്യക്ഷനായി. അസോസിയേഷൻ സെക്രട്ടറി ലീജ സജി, KA ഷെഫീഖ്, CA നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. മാളത്തിൽ ഒളിച്ചിരിക്കുന്നത് പോലെയാണ് കൗൺസിലുകൾ ഇപ്പോൾ നടക്കുന്നത്. ഇന്നിവിടെ ഈ സമരം തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ രാത്രി കുറച്ച് സ്ലാബ് കൊണ്ടുവന്ന് വെറുതെ ആ കുഴി പൊട്ടിക്കിടക്കണ സ്ലാബിന്റെ മേലിൽ കൊണ്ടുവന്നിട്ട് കണ്ണിൽ പൊടിയിടുന്ന പോലെ ഇട്ടിട്ടും പോയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സ്വർണ്ണാഭരണശാല. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വൻ ശേഖരം. ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ശുദ്ധമായ സ്വർണമാണ് ഞങ്ങളുടെ സമ്മാനം. രഞ്ജിനി ജ്വല്ലറി, പാലസ് റോഡ്, മട്ടാഞ്ചേരി.